മെയ് 14 എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒരുപാട് നന്മയും അതിലുണ്ട്, പക്ഷെ ഒരുപാട് പോരായ്മകളും എനിക്കുണ്ടായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിൽ ഒരാൾ പോയി കഴിയുമ്പോൾ ഒരാൾക്ക് ആ വേർപാട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അപ്പച്ചൻ്റെ 1-2 ഫോട്ടോ ഇതിൽ കാണിക്കാം. ഇന്ന് മെയ് 14 മെയ് 14 എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ അതായത് ഒക്ടോബർ 30, 1977 എൻ്റെ അമ്മ മരിച്ച വിവരം ഞാൻ നിങ്ങളോടെല്ലാവരോടും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ കുർബാനയ്ക്ക് പോണ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ എൻ്റെ അപ്പച്ചൻ മരിച്ച ദിവസമാണ് 2004 മെയ് 14. അത് ഓൾറെഡി ഈ മെയ് 14 സൺഡേസിലൊക്കെ ഞങ്ങൾ പോണ വീഡിയോസ് കാണിക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ടായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു പോകാറുമുണ്ട്. കുർബാനയൊക്കെ ചെല്ലിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞാണ് അവിടെ നിന്ന് മടങ്ങാറ്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ആങ്ങളെയും ഭാര്യയും കുട്ടികളുമാണ് ഉള്ളത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ക്ലിപ്പിങ്ങുകളൊക്കെ കാണിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ 1-2 വീഡിയോസ് എൻ്റെ അമ്മയുടെ ലേറ്റസ്റ്റ് അമ്മയുടെ മരണത്തിൻ്റെ ഒക്ടോബർ 30 ഡേറ്റിൽ അമ്മയുടെ വേർപാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 1-2 പേര് അതിലൊരു കമൻറ്റിൽ കണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം ഞാൻ എപ്പോഴും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഓരോരുത്തർ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ അമ്മായിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒരു 2-3 കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മരണശേഷം അപ്പച്ചൻ്റെയോ എന്ന് ചോദിച്ചേച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മകളോട് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു നമുക്കത് അപ്പച്ചൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ സമയമാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാം, അന്നേരം അമ്മ അതിനെപ്പറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 1977 ഒക്ടോബർ 30 അമ്മച്ചി മരിക്കുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അതിനുശേഷം 27 വർഷം അപ്പച്ചൻ ജീവിച്ചിരുന്നു. 27 വർഷം ജീവിച്ചതിന് ശേഷമാണ് അപ്പച്ചൻ്റെ മരണം. 2004 മെയ് 14 അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചന് മരിക്കുന്ന സമയത്ത് 72 വയസ്സുണ്ട്. അപ്പം അമ്മച്ചിയുടെ മരണശേഷം അപ്പച്ചൻ അമ്മയുടെയും അപ്പൻ്റെയും സ്ഥാനത്ത് തന്നെ ഞങ്ങൾ 2 പേരെയും നിർത്തി സപ്പോർട്ടോടു കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്ന് 2 പേരുടെ കല്യാണവും കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠന് ഒരു മകനും ഒരു മകളും ഉണ്ടായി കണ്ടു. എനിക്കൊരു മകളുണ്ടായി കണ്ടു. ഇവരെല്ലാം പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ്റെ വേർപാട്. അപ്പച്ചൻ അമ്മച്ചി മരിച്ചതിന് ശേഷം ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ ഞാൻ വളർന്നു എന്ന് പറഞ്ഞപ്പോൾ 2ാമത് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ചിലരിൽ കമൻറ്റിൽ ചോദിച്ചതായിട്ട് എനിക്ക് അതിൻ്റെ സംശയം തോന്നി ആ ചോദ്യം കണ്ടപ്പോൾ. അമ്മച്ചി മരിച്ചതിന് ശേഷം 2ാമതൊരു വിവാഹം കഴിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികളും ഉണ്ടായി. അവർ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചന് പ്രഷറിൻ്റെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ ട്രബിൾ വന്ന അപ്പച്ചൻ മരണമടയുന്നത്. അപ്പോൾ ആ 27 വർഷം അപ്പച്ചൻ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ, അതായത് അപ്പച്ചൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങളെ വളർത്തി പോറ്റി വലുതാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ അമ്മ ആണ് ഒരു ഭൂരിഭാഗം ഞങ്ങളുടെ മകള് UKGയിലോ 1-ലോ പഠിക്കുമ്പോഴാണ് അമ്മയുടെ മരണം. അതും കഴിഞ്ഞ് 6-7 വർഷം കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ്റെ മരണം. അപ്പം നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പം ഇപ്പം 2004 ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശരിക്കും 20 വർഷം പൂർത്തിയാകുവാണ് അപ്പച്ചൻ മരിച്ചിട്ട്. പിന്നെ അപ്പച്ചനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നെന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. എന്ന് വെച്ച് സംസാരിക്കില്ലെന്നല്ല, സംസാരം വളരെ കുറവുള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്ക് തോന്നണത്, അത് ഞാൻ ഊഹിച്ചെടുക്കുന്നതാണ്, അമ്മച്ചിയുടെ മരണശേഷം പിന്നെ അങ്ങനെ ഒരു പ്രായത്തിൽ ഭാര്യമാർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അമ്മച്ചി 42 വയസ്സിലാണ് എൻ്റെ അമ്മച്ചിയുടെ മരണം. അപ്പം അതിനുശേഷം പിന്നെ അപ്പച്ചൻ കുറച്ചൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ. എങ്കിലും എല്ലാ കാര്യങ്ങളും നടത്തേണ്ട കാര്യങ്ങളൊക്കെ മുമ്പിൽ നിന്ന് നടത്തി അങ്ങനെയൊക്കെ കൊണ്ടുപോയെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതുവരെയും ചെറിയ ബിസിനസ്സും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ മരണശേഷം പിന്നെ അതെല്ലാം നിർത്തി കൃഷി കാര്യങ്ങളുമായിട്ട് ഒതുങ്ങി. കൃഷിവല കുടുംബമാണ്, ഒരുപാട് കൃഷി പരിപാടികളൊക്കെ അവിടെ ഉണ്ട്, കാർഷിക കുടുംബമാണ്. അത് കാരണം ആ കാര്യങ്ങളൊക്കെ
നോക്കി മക്കളുടെ കാര്യമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഹോസ്റ്റലിലുമൊക്കെ നിർത്തുമ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ വന്ന ഇടയ്ക്ക് അന്വേഷിക്കും. പിന്നെ വീക്കെൻഡിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമായിരുന്നെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഇപ്പോഴും ഹോസ്റ്റലിലുള്ള ഒരു കുട്ടി ഒരു 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യണില്ല, അത് ശരിയല്ലല്ലോ എന്നോർത്ത്. അപ്പം ഇന്നും അവൾ എന്നോട് പറയുവാണ്, ലിനോ, അമ്മായി കൊണ്ടുവന്ന പലഹാരത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. അതുപോലെ ലിനോയുടെ അപ്പച്ചൻ ഹോസ്റ്റലിൽ വരുമ്പോൾ ഫ്രണ്ട്സ് ആരാന്നൊക്കെ ചോദിച്ചു റൂമിലുള്ളവരെയൊക്കെ വന്ന് വിളിച്ച് വർത്താനം പറയൂലായിരുന്നു. ആ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പം അപ്പച്ചൻ എത്ര വർഷമായി മരിച്ചു പോയിട്ടെന്ന്. അപ്പം അവളുടെ ഫാദർ മരിക്കണത് എന്തോ ഒരു വലിയ ബിസിനസ്മാനായിരുന്നു. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പെട്ടെന്നുള്ള മരണമായിരുന്നു. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ്, കാരണം നിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ അവൾ എന്നോട് പറയുക, സ്വന്തം കാര്യമെല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തും, ഡ്രൈവറായിട്ട് ഷോപ്പിങ്ങുകളെല്ലാത്തിനും പോകും, ഒരു വിഷയവും ഇല്ല ലിനോ എന്ന് പറയുമായിരുന്നു. അപ്പം അവൾക്ക് വരെ എൻ്റെ അപ്പനിൽ നല്ല ഓർമ്മയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ വരുമ്പോൾ അപ്പച്ചൻ റൂമിലൊക്കെയുള്ള പിള്ളേരെ ഏതൊക്കെയാണെന്ന് ചോദിച്ച് കോമൺ റൂമിൽ വന്ന് അവരോടൊക്കെ വർത്താനം പറയുന്നത്. അധികം വർത്താനമൊന്നും പറയൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരാളായിരുന്നു. പിന്നെ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വിട്ടിട്ടാണെങ്കിലും ഒരു മാസത്തിലൊരിക്കൽ ഞങ്ങൾ അവിടെ പോയി വീട്ടിലെല്ലാവരെയും കണ്ട് മടങ്ങി പോരുമെങ്കിലും അതിന് ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം അപ്പം അപ്പച്ചനൊക്കെ പല ഷോപ്പിംഗ് പരിപാടികളുമായിട്ട് വരും. അപ്പോൾ വന്ന് ഇവിടെ കുറേ സമയം ചിലവഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും മിക്കവാറും പോകണം. ഉച്ച കഴിഞ്ഞൊക്കെ വന്നെങ്കിൽ പറ്റേ സന്ധ്യ ആകുമ്പോഴത്തേക്കും വന്ന ബസ്സിന് കയറി തിരിച്ച് പോണ ഒരാളാണ്. ഈ പരിസരത്തുള്ളവർക്കൊക്കെ എൻ്റെ അപ്പച്ചനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ അപ്പച്ചൻ്റെ മരണം പെട്ടെന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും ആരെയും കിടത്തി വിഷമിപ്പിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ മെയ് 14 ഡേറ്റ് ആണെങ്കിലും മെയ് 12 ഞായറാഴ്ചയാണ് അപ്പച്ചൻ്റെ കുർബാന ചെല്ലിച്ചത്. അതെൻ്റെ ആങ്ങളെ ഇവിടെ വന്ന് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് 12 ഞായറാഴ്ച കുർബാന ചെല്ലിക്കാം. ആങ്ങളെ നാത്തൂനും 2 പേരും കൂടെയാണ് ഇവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പോയി പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഊണും കഴിഞ്ഞാണ് പോരാറ് അവിടെ നിന്ന്. പക്ഷേ ഇത്തവണ മെയ് 16 സൺഡേ അപ്പച്ചൻ്റെ ഒരു അനിയൻ മരിച്ചതിൻ്റെ ആണ്ട് കുർബാന വരണത് കൊണ്ട് ആ ആണ്ട് കുർബാനയും ഈ 12 ചെല്ലിക്കുന്ന കാരണം അവിടുത്തെ കൊച്ചപ്പൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് ഉച്ചത്തെ പ്രോഗ്രാം അവർ അച്ഛനെ വിളിച്ച് വീട് കുദാശയൊക്കെ നടത്താൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങളെയൊക്കെ വിളിച്ചു, ചേച്ചി നിങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് അവൻ്റെ വീട്ടിൽ കൂടണം, അതുകൊണ്ട് രാവിലെ ചേട്ടായുടെ വീട്ടിൽ കൂടിയേച്ച് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലും വന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകണം, പപ്പയുടെ ആണ്ട് കുർബാന അന്നാ ചെല്ലിക്കണേന്ന് പറഞ്ഞപ്പോൾ ഈ വർഷം മാത്രം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതായത് രാവിലത്തെ ഇത് കഴിഞ്ഞേച്ച് ശരിക്കും ജ്യേഷ്ഠനനിയന്മാരുടെ ആണ്ട് കുർബാന അത് ഞാൻ ഓർക്കുമായിരുന്നു. 12 16 4 ദിവസത്തെ പല വർഷങ്ങളിലാട്ടോ മരിച്ചത്. വിറ്റാച്ചൻ മരിച്ചിട്ട് 5-6 വർഷം ആയുള്ളൂ, അപ്പച്ചൻ മരിച്ചിട്ട് 20 വർഷമായി. അപ്പം കോട്ടപ്പടിയിലെ അമ്മായി മക്കളെല്ലാവർക്കും കൂടാനൊരവസരം. അപ്പം അമ്മായി ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറയും, എടി ഇത്തവണ 2 ആങ്ങളമാരുടെ ചാച്ചന്മാരുടെ കുർബാന ഇരിക്കാനാണ് ഞാൻ മന്നേന്ന്. ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് മോൻ വിളിച്ചായിരുന്നാണ്ടി, ഞങ്ങളോടും പറഞ്ഞു വീട്ടിൽ പോയേച്ച് വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞിട്ടേ പോകാവുള്ളെന്ന്. അപ്പം പലർക്കും ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ അപ്പച്ചൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അമ്മച്ചിയുടെ മരണശേഷം ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോകുകയൊക്കെ ചെയ്യാറുണ്ട്, താമസിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അമ്മച്ചിയുടെ അപ്പനൊക്കെ വന്ന് ഞങ്ങൾ കൊണ്ടുപോകും അവധിക്കാലത്ത്. അതുകൂടാതെ അവിടെ അമ്മച്ചിയുടെ ആങ്ങളമാരുടെ മക്കളുടെയും ചെടിത്തിനീത്തുമാരുടെ മക്കളുടെയൊക്കെ പരിപാടികളുള്ളപ്പോൾ അപ്പച്ചൻ ഞങ്ങളെയും കൊണ്ട് പോയി അവിടെ എല്ലാ കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്ത് അവിടെ താമസിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞാണ് മടങ്ങി പോരാറ്. മരിക്കുന്ന സമയം വരെ മറ്റു തരത്തിലുള്ള യാത്രയ്ക്കോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഹാർട്ടിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു, പിന്നെ BP നന്നായിട്ടുണ്ടായിരുന്നു, അത് സംബന്ധിച്ചുള്ള മരണമാണ് ഉണ്ടായത്. പിന്നെ അപ്പച്ചന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിൽ ഒരാൾ പോയി കഴിയുമ്പോൾ ഒരാൾക്ക് ആ വേർപാടൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എങ്ങായിരിക്കുമ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവുമല്ലോ. കാര്യം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അതെല്ലാം തരണം ചെയ്ത് 27 വർഷം ജീവിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മക്കളുടെ കാര്യങ്ങളും ചെറുമക്കളെയൊക്കെ കാണാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. അതും കഴിഞ്ഞ് വേർപാട് പെട്ടെന്നായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം അപ്പച്ചൻ്റെ വിഭാഗത്തിൽ ആകെപ്പാടെ ഉള്ളതാണ് ഇളയ കൊച്ചപ്പൻ്റെ ഭാര്യ കൊച്ചമ്മയും ഉണ്ട്. അതുകൂടാതെ അപ്പച്ചൻ്റെ കോട്ടപ്പടിയിലുള്ള പെങ്ങളും ഉണ്ട്. അവിടുത്തെ ഇച്ചാച്ചൻ മരിച്ചുപോയി. അപ്പം ഇത്രയാണ് എൻ്റെ അപ്പച്ചൻ്റെ
വീട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് അപ്പച്ചനെ പറ്റിയുള്ള വിവരം എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പച്ചൻ നല്ല സ്ട്രിക്റ്റായിട്ട് വളർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാളുടെ ഒരു കൺട്രോൾ മക്കളിൽ വേണമല്ലോ. അപ്പോൾ അപ്പച്ചൻ പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ വളരെ അച്ചടക്കത്തിൽ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒരുപാട് നന്മയും അതിലുണ്ട്, പക്ഷെ ഒരുപാട് പോരായ്മകളും എനിക്കുണ്ടായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനീ 10ാം ക്ലാസ് കഴിയുമ്പോൾ 5 വർഷം ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചത് കൊണ്ട് മാത്രമാണ് തന്നെ ബസ്സിൽ യാത്ര ചെയ്യാനും അങ്ങനെയുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയി നടന്ന് ചെയ്യാനുള്ളൊരു പ്രാപ്തി എനിക്ക് അത്യാവശ്യമായിട്ട് കിട്ടിയത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായി വന്നതുകൊണ്ട്, അത് ഹസ്ബൻഡ് ജോലിയിലിരിക്കുന്ന ആളായതുകൊണ്ടും പോകേണ്ടതായി വന്നതുകൊണ്ടും പല മേഖലകളിലും പോകാനും ചെയ്യാനും ഒരവസരം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇന്ന് മരിച്ച ദിവസമായതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം ഒന്ന് പറയാൻ നോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ആ സംശയമുള്ളവർക്ക് സംശയം ശരിക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ അപ്പച്ചൻ്റെ 1-2 ഫോട്ടോ ഇതിൽ കാണിക്കാം. നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. അന്നുള്ള ഫോട്ടോകളൊക്കെയാണ്, എൻ്റെ കല്യാണ സമയത്തൊക്കെയുള്ള ഫോട്ടോകളാണ് അത് ഇതിൽ കാണാം കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ പേരൻസ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലുണ്ടാവും. അത് നമ്മളിങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിച്ചു കൂട്ടി പോകണം. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു കൂടണം. എത്ര കഴിഞ്ഞു കൂടി പോയാലും ഡെയിലി നമ്മുടെ പേരൻസിനെ നമ്മൾ ഏതെങ്കിലും സമയത്തെങ്കിലും ഓർക്കാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും ഓർമ്മയുണ്ടാവും. എന്തെങ്കിലും ഒരു സംഗതി എടുക്കുവാണെങ്കിലും ചിലപ്പോൾ ഓർക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അപ്പച്ചന് ഈ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഇഷ്ടം, ഈ പാച്ചോറുണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഷ്ടം മധുരയിടാത്ത പാച്ചോറ. ഞങ്ങൾ വെമ്പാച്ചോറെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയാണല്ലോ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഞങ്ങളുടെ ചെറുപ്പകാലം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഇട്ടിട്ടുള്ള പാച്ചോറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അപ്പച്ചനുള്ള പാച്ചോറ് എടുത്ത് മാറ്റി അമ്മ ഒരു കിണ്ണത്തിലേക്ക് കോരി വയ്ക്കും. എന്നിട്ട് ഞങ്ങൾക്കുള്ള പാച്ചോറിൽ ശർക്കര ചീകിയിട്ട് പാച്ചോറുണ്ടാക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ കേട്ടോ. പിന്നെ അപ്പച്ചന് എപ്പോഴും കറി ഇഷ്ടം. ഈ സാമ്പാറൊക്കെ വയ്ക്കുവാണെങ്കിൽ എൻ്റെ പോലെ നന്നായിട്ട് ചാറ് വേണം. അപ്പോൾ ചാറായിട്ട് അമ്മ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ സാമ്പാർ എപ്പോഴും ലിക്വിഡ് ഫോമിൽ കാണുന്നത്, അധികം കൊഴുപ്പില്ലാതെ കാണുന്നത്. പിന്നെ അപ്പച്ചന് ഈ ചെമ്മീനൊക്കെ, പച്ചച്ചെമ്മീൻ ഈ പാടത്ത് ഇങ്ങനെ കോരണ പച്ചച്ചെമ്മീൻ ഒരുപാട് കിട്ടും അവിടെ ഈ വെള്ളം കയറി ഇറങ്ങണ സമയത്ത്. പാടത്ത് വെള്ളം കയറും, പറമ്പിലൊന്നും കയറില്ല കേട്ടോ. അപ്പം അന്നേരം അവിടെ ചെമ്മീൻ കൂരുകാർ ചെമ്മീൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കിഷ്ടം ചെമ്മീനും തേങ്ങാക്കൊത്ത് പുലർത്തണതാണ്. പക്ഷേ അപ്പച്ചന് എപ്പോഴും ചെമ്മീൻ ചാറുകറി വെക്കണതാണ് ഇഷ്ടം. അപ്പം കൂടുതലും അമ്മ ചെമ്മീൻ ചാറുകറിയാണ് വെക്കണത്. പിന്നെ ചെമ്മീനും തേങ്ങാക്കൊത്ത് പുലർത്തുന്നത് അപൂർവമാണ്. ഇളയ ചാച്ചൻ്റെ വീട്ടിൽ ചെമ്മീനും തേങ്ങാക്കൊത്തും മിക്കവാറും പുലർത്തും. അവിടെയാണ് കൂടുതലും ചെന്ന് ഞങ്ങൾ കഴിക്കണത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ പേരൻസിന് നമുക്ക് എന്നും നമ്മുടെ മെമ്മറിയിൽ അവരുണ്ടാവും ഓരോരോ കാര്യങ്ങൾ. ഞാനാണെങ്കിലും ഇപ്പോൾ ഓർക്കും, അപ്പച്ചന് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കൃഷിവല കുടുംബമൊക്കെ ആയതുകൊണ്ടും അന്ന് പിന്നെ നിങ്ങളുടെയൊക്കെ പോലെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കൊടുക്കും പോലെ അങ്ങനെ ലാവിഷായിട്ട് പോക്കറ്റ് മണിയൊന്നും തരൂല. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നേച്ച് പോകുമ്പോഴും ബസ് ഫെയറെ കുറച്ച് ടിപ്പായിട്ടൊരു പോക്കറ്റ് മണി കയ്യിൽ കാണും. അതെന്നാന്ന് വെച്ചാൽ ഹോസ്റ്റലിലെ ഫുഡ് സംഗതികളെല്ലാം റെഗുലറായിട്ട് നമുക്ക് കിട്ടും. വേറെ ഒരു സംഗതി പുറത്തു പോയി മേടിക്കേണ്ടതായിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസ്, വേസ്റ്റ് ബ്രഷ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ബുക്ക്, പുസ്തകം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ റൂമിൽ താമസിക്കുമ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ മേടിക്കേണ്ട കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അതിന് മിതമായൊരു പോക്കറ്റ് മണി ആയിരിക്കും നമുക്ക് തന്നത്. നിങ്ങൾക്കൊക്കെ തരുന്നത് പോലെ വാരിക്കോരിയൊന്നും പൈസ തരൂല്ല. വളരെ ലബ്ധിച്ചും ഇത് വളരെ ചിട്ടയായിട്ട് തന്നെയാണ് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട് പല കാര്യങ്ങളും അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ. പിന്നെ ഈ വൈകിട്ടൊക്കെ വന്ന് ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വരും. വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ ഈ 4 മണിക്ക് കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ചെന്ന് ബാഗുണ്ടാവും എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ബാഗ് എടുത്തുകൊണ്ട് ട്രാൻസ്പോർട്ടിന് വന്ന് തിരുവാങ്കുളത്ത് വന്ന് ഇറങ്ങിയിട്ടാണ് ബസ്സിന് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് 6:30 ബസ്സേ കിട്ടുള്ളൂ. അപ്പോൾ 6 മണിയുടെ ബസ് വരുമ്പോൾ എൻ്റെ സ്വന്തം വീട് മെയിൻ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അതിന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ 6:30, 6:45 ആവും. ചില സമയങ്ങളിൽ ആ സമയത്ത് രാത്രി പെട്ടെന്ന് 6 മണിയാകുമ്പോൾ രാത്രി ആവുന്ന സമയമുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിലാണ് വീടെങ്കിലും 6 മണിയുടെ ബസ്സിന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു 6:40 ആകുമ്പോൾ ആ വഴിയുടെ അവിടെ ഇറങ്ങി നിൽപ്പുണ്ടാവും. കാരണം 6:45 ബസ്സിന് വന്നിട്ടോന്നറിയാം. അപ്പോൾ ഈ അന്ന് നിങ്ങളുടെ പോലെ മൊബൈൽ മാർഗ്ഗങ്ങളൊന്നുമില്ല, അറിയാം. ലാൻഡ് ഫോൺ തന്നെ എൻ്റെ വീട്ടിലില്ല അന്ന്, പല വീടുകളിലും അപൂർവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കെയറിങ്ങുള്ള ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സംസാരമൊക്കെ വളരെ കുറവായിരുന്നു. അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതായിരിക്കും ഒരു പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ പേരൻസിനെ ഓർക്കും. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുവാണ് കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ. പിന്നെ നമുക്ക്
എന്നും നമ്മുടെ കാരണവന്മാർ നമ്മുടെ കൂടെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ അപ്പച്ചൻ ഇത്രയൊക്കെ കണ്ടു പോകാനുള്ളൊരു നിമിത്തം ഉണ്ടായി എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം മനസ്സിൽ. എന്നും ഈ പറഞ്ഞ പോലെ അവർക്ക് കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അമ്മച്ചിയാണ് വളരെ യങ്ങായിട്ടിരുന്നപ്പോൾ പോയത്. അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഞങ്ങളെ വളർത്തി കൊണ്ടുവന്നത്. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ ഒത്തിരി പെണ്ണുങ്ങളുടെ ആവശ്യങ്ങൾ നമുക്കുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എൻ്റെ അമ്മായി, എൻ്റെ ഗ്രാൻഡ് മദർ, കൊച്ചമ്മമാരൊക്കെ എൻ്റെ സപ്പോർട്ടിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനങ്ങനെ ഒരു സപ്പോർട്ടിൽ വളർന്ന ഒരാളാണ് കേട്ടോ. അപ്പം നമുക്ക് അപ്പച്ചൻ്റെ ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കിക്കൊണ്ട് നമുക്ക് നിർത്താം. ശരിയെന്നാൽ.